വീഡിയോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ റോബ്ലോക്സ് മാൻഷൻ ടൈക്കണായിട്ടാണ്. നമുക്കൊന്ന് കളിച്ച് നോക്കാം. നമുക്കൊരു പണ്ടത്തൊരു അക്കൗണ്ടൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതിൽ നമ്മൾ മാൻഷനിൽ 6 വീട് വന്നിട്ടുണ്ട്. അത് 6 വെച്ച് ചേർത്ത് പുതിയ അപ്ഡേറ്റിൽ 7 വന്നോ അറിയത്തില്ല ഗൈസ്. നമുക്ക് അപ്ഡേറ്റ് 6ാമത്തെ വീഡിയോ വരെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ പണി വാളിപ്പോയി. ഞാൻ ചെറിയൊരു മണ്ടത്തരം കാണിച്ചു കൊടുത്തു. ഗെയിമേ ഡിലീറ്റ് ആക്കിയാൽ എന്തുപറ്റി? ആയിരുന്നു പൈസ തുടങ്ങി. ഇത്രയൊന്നും പണ്ട് വയ്ക്കാനൊന്നും പറ്റൂലായിരുന്നു. പണ്ടൊന്നും ഒരു പാർട്ടിസിപ്പേറ്റിന് 50,000 രൂപ. ഇത് ഇപ്പം റോബ്ലോക്സ് മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടാ. പോടാ പാർക്കിംഗ് സ്പോട്ട് വരുന്നെങ്കിൽ വരട്ട്. ഞാൻ തരാത്ത എന്നെ കിടക്കുന്നു. നമുക്ക് നമ്മുടെ മാൻഷൻസ് എത്ര എണ്ണമുണ്ട് കാണിച്ചത്. 5ാമത്തെ പെൻ ഹൗസാണ്. 6 വീടുണ്ട്. ഇതാ ബീച്ച് മാൻഷൻ 2.5 കോടി രൂപയുള്ളൂ ഗൈസ്. വേറൊരു 2.5 കോടി. ഇതിന് പുതിയതിന് 1 കോടിയുള്ളൂ ഗൈസ്. നമ്മൾ ഇന്നൊന്നും ഇത് വെച്ചിരിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. നമ്മൾ പറ്റിയിരിക്കും. നമ്മൾ 2 പാർട്ടായിരിക്കും ഇടുന്നത് ഗൈസ്. നമുക്ക് ലെങ്ത്തുള്ള വീഡിയോ ഒന്നും ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കാൻ പറ്റൂല. മനസ്സില്ല ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ ലെങ്ത്തുള്ള വീഡിയോ വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇടും. വേണ്ടെങ്കിൽ നമ്മൾ ഇടൂല ഗൈസ്. അത്രയേ ഉള്ളൂ. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പറയുന്നത് ഞാൻ കേൾക്കാറുള്ളൂ. 1 ലക്ഷം രൂപയായ ഒരു താർ എടുക്കായിരുന്നു. ഇതൊന്നും വേണ്ട ഇപ്പം തൽക്കാലത്തേക്ക്. നമുക്ക് നേരെ ഇപ്പോൾ പ്ലാന്റേഷൻ ചെയ്യാം. കുറച്ച് പ്ലാന്റ് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി സോഫ സെറ്റ് ആയിരിക്കും. സോഫ കാർപ്പറ്റാ. ഒരു കൗച്ച് വരാറുണ്ട്. ഇനി കൗച്ച്, ഒരു ടേബിളും, പിന്നെ ഒരു വാളും, പിന്നെ ഒരു അക്വേറിയവും ഉണ്ട്. ഇവിടെ ഒരു അക്വേറിയം ഉണ്ട്. ഈ പനയുടെയൊക്കെ ബാക്കിൽ ഒരു അക്വേറിയം വരും ഗൈസ്. പനയുടെ ബാക്കിൽ അക്വേറിയം വരും. എനിക്കറിയാമായിരുന്നു, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ വേറെയുള്ള ഒരു ന്യൂബുകളുടെ വീട്, നമ്മളെ കണക്കത്തെ. ബട്ട് നമുക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറണം. നാളെ ആവട്ടെ കേസ്, നമുക്ക് നല്ല വേഷമൊക്കെ ഇടാം. നമുക്ക് ഇനിയിപ്പോൾ നേരെ ഒരു ടേബിൾ, കൗച്ച്. ഞാൻ പറയല്ലേ കേസ്, ഒരു ടേബിൾ വരും, ഒരു കൗച്ച് വരും, ഇനി അക്വാറിയം അവിടെ വരുമോ. ഇപ്പം എല്ലാത്തിനും നല്ല തീ പിടിച്ച വിലയാവുന്നുണ്ട് കേട്ടോ. മിനിറ്റ് പെർ സെക്കൻഡ് നമുക്ക് 59 രൂപ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നിങ്ങൾക്ക് സെക്കൻഡ് 59 രൂപ ഒരാൾക്കായിരുന്നു. ഇത്രയും സ്ഥലം മൊത്തം അക്വേറിയത്തിൻ്റെ. നിങ്ങൾ വിചാരിക്കുന്ന ആരുടെയും വീഡിയോ കണ്ടായിരുന്നു. വേറെ വീടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പണ്ട് വെച്ചിട്ടുണ്ട് ഈ വീട്. ഗെയിം ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഫോണിൽ വൈഫൈ പ്രോബ്ലം വന്നപ്പോൾ. ഇത് പണ്ടില്ലായിരുന്നു ഈ ഫോട്ടോ, വേറെ ഫോട്ടോ ആയിരുന്നു പുതിയതായി. പലരുടെ വീട്ടിൽ പല ഫോട്ടോ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓടിയിട്ടൊക്കെ വരാം, 2 റൗണ്ട് പോയിട്ടൊക്കെ വരാം. അപ്പുറത്തവൻ 3ാമത്തെ മാൻഷനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിതൊക്കെ അറിഞ്ഞൂടി. 3000 രൂപ ചാടില്ല. നമുക്ക് മില്യൺസ് രൂപ പണ്ടുണ്ട് കയ്യിരുന്നവനാണ് ഞാൻ. ഇപ്പം മില്യൺ പോയിട്ടൊരു 50 പൈസ കയ്യെടുക്കാനില്ല. ഒരു 75 ലക്ഷം രൂപയുടെ ഒരു ബുഗാട്ടി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ താച്ചുള്ള അതിൻ്റെ കാര്യമൊന്നും ഞാൻ ഓർത്തില്ല. ഗെയിം ഡിലീറ്റ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേസ് വളരെ അക്വാറിയം വരുമെന്ന് വന്നിട്ടുണ്ട്. എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടം. 4ാമത്തെ വീട്ടിൻ്റെ അകത്തോട്ട് നടന്നു പോകണം ഒരു അക്വേറിയം ഉണ്ട്. അത് സീനാണ്. നമ്മൾ മൊത്തം മാൻഷൻ ഇത് വെക്കുന്ന എല്ലാ മാൻഷനും ഫുൾ വെക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി.
അത് കാണിക്കാം. നമുക്ക് നേരെ ഇനി പോവാം. ഫിഷിനിടാനാണെന്ന് തോന്നി. ഫിഷാണെന്ന് തോന്നുന്നു. ഫിഷാ പ്ലാന്റ് കോറൽസ് എന്തിട്ടുണ്ട്? ഫിഷ് ഹായ്. നല്ല മീൻ, അനങ്ങാത്ത മീൻ, ഉറങ്ങണ മീൻ. താഴത്തെ പണി ഇത്രയേ ഉള്ളൂ. അല്ല, കുറേ ഉണ്ട്. സ്റ്റെയറൊക്കെ വയ്ക്കാൻ പറയുന്നു. എല്ലാം വയ്ക്കാം. ഒരു നമുക്ക് നോക്കിയിട്ട് വരാം. ഒന്നുകൂടെ പോയി സ്റ്റെയേഴ്സൊക്കെ വയ്ക്കാം. സ്റ്റെയർ വയ്ക്കണം, വേണ്ട. താഴത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുകളിലായിട്ട് പെയിൻറ്റിങ്. ഇനി വാൾ സ്റ്റെയർ വയ്ക്കാൻ പൈസ ഉണ്ടോ? വേണ്ട. സീലിംഗ് വയ്ക്കാം ഫസ്റ്റ്. ഈ സീലിംഗ് മാസമാണ്. നല്ല രസമുണ്ട് ഉണ്ടാക്കിയേക്കണം. ഹായ് മക്കാവോടെ പടം. മക്കാവ കുക്കുരുമണി തത്തമ്മയെ പൂച്ച. ഇത് തത്തമ്മയൊന്നും ഇല്ല. വണ്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പുതിയ അൺലിമിറ്റഡ് ആയിട്ട് പുതിയ ന്യൂ വണ്ടി. അത് എത്ര ന്യൂ അറിയാത്ത മെയ്ബാക്ക്. നമ്മളിതിൽ വലിയതാ ഏത് വണ്ടിയാണ്? എനിക്ക് ബുഗാട്ടി വെറോൺ ഇതെല്ലാം ഉണ്ടായിരുന്നതാ. ഈ വണ്ടി തൊട്ടതാ. ഏത് വണ്ടി വരെ ഉണ്ടായിരുന്നു? അതെ, ഇതെന്തൊരു ഇത് എൻ്റെ അടുത്ത് അന്ന് അപ്ഡേറ്റ് ചെയ്തില്ലായിരുന്നു. എനിക്ക് ഇതില്ല, ഇതൊന്നും ഞാൻ വണ്ടിയില്ലായിരുന്നു. പുതിയത് എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു. കുറേ അൺലിമിറ്റഡ് വണ്ടി വന്നു. ഏതാ ഈ വണ്ടിയും എനിക്കുണ്ടായിരുന്നു. ഈ റെഡ് ബോണറ്റുള്ള എനിക്ക്. പിന്നെ എനിക്ക് ആ ബുഗാട്ടി ബോളിഡ് വരെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറേ വണ്ടികൾ ഈ ലിസ്റ്റിൽ വരാത്തൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടികളുടെയൊക്കെ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഗൈസ്. ഞാൻ ആ വീഡിയോ അറിയാതെ ഡിലീറ്റ് ചെയ്തു ഗൈസ്. നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ഈ മെയ്ബാക്ക് സീനാണ് കേട്ടോ. മെയ്ബാക്ക് സീനാണ്. നമുക്ക് മാൻഷൻ മെയ്ബാക്ക് സീൻ എടുത്താൽ ഫെറാറി. ഒരു കുട്ടി പോർഷെ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോഴും ഉണ്ടാ. ഒരു കുഞ്ഞ് പോർഷയായിരുന്നു. നല്ല രസമാണ് കാണാൻ. കുഞ്ഞ് പോർഷെ, കുഞ്ഞെന്ന് പറഞ്ഞാൽ കുഞ്ഞ് പൊടി സാധനം. അത് പോയി തോന്നുന്നു. സീൻ സാധനമായിരുന്നു. ഇത് തന്നെ ഇത് കുഞ്ഞ് പോർഷെ. നല്ല രസമാണ്. ദൂരത്തിൽ എസ്കലേഡി പോണു മച്ചനെ. റൈഡ് ആടാ. വരുന്നു. ബാ കയറ്റിക്കോ. കയറാം. വണ്ടി എടുത്തു. ആരെന്ന് പോലും അറിഞ്ഞൂടാ. ചുമ്മാ കൂടെ കയറിങ്ങിരുന്നു. ഇനി ഇവൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണതും പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കുന്നു. മച്ചാനെ കറക്കിയിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കണം കേട്ടോ. മച്ചാനെ എന്നെ ചതിക്കാതെ മച്ചാനെ. വണ്ടിയിട് മച്ചാനെ. മച്ചാനെ നമ്മളെ ചതിക്കാതെ വെച്ചാനെ. വണ്ടിയിട് മച്ചാനെ. മച്ചാൻ്റെ വണ്ടി. മച്ചാനെ ചതിച്ച്. എൻ്റെ പൊന്നോ, മച്ചാൻ ചതിച്ച്. മച്ചാൻ വണ്ടി എന്നിട്ടാണ് കേട്ടോ ചതിച്ചത്. അയ്യോ എവിടെയും മച്ചാൻ ചതിച്ച്. മച്ചാനൊരു ചതിച്ചേ. കള്ളൻ ദുഷ്ടൻ മണിനെ ട്രാപ്പാക്കിയിട്ട് പോയി. മച്ചാൻ കുച്ചാൻ അരമിച്ചൻ അരൊക്കെ ഒരു ഒലക്കം മേലത്തെ മച്ച ചതിച്ച്. വൃത്തികെട്ടവൻ. ചതിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടൊക്കെ ചതിച്ചൂടെ ഇവന്? മനുഷ്യനെ വണ്ടിയും കൊണ്ടൊരുവിടെ കുടുക്കിയിട്ടവൻ. എൻ്റെ വീട് ഈ വീടിൻ്റെ അപ്പുറത്തായിരുന്നു. എൻ്റെ വീടാണ് ഇപ്പോൾ ഏറ്റവും പ്രോ. ആ എസ്കലേഡ് കിടിലാണ് കേട്ടോ. ഞാൻ ഓടിച്ചിട്ടുണ്ട്. മച്ചാൻ നോക്കില്ല കൊണ്ട് വരച്ച. ഇതെന്താ റീബർത്ത് അടിച്ചില്ലേ? നമുക്ക് നൈസിനൊന്നേ ഇതൊക്കെ വെക്കണം.
ഈ സ്റ്റെയർ ഞാൻ എപ്പോൾ വെച്ചതായിട്ട് ഓർമ്മയില്ല. സീലിംഗ് ലൈറ്റ്, സ്ലൈഡിംഗ് ഡോർ, ടേബിള്, ലൈറ്റ്, എന്തൊരു സാധനം, പിന്നെ ഒരു കുറച്ച് സ്റ്റൂൾസ്, പിന്നെ പിന്നെ സ്ലൈഡിങ് ഡോറ്, പിന്നെ വാൾസ്, പിന്നെ പെയിൻറ്റിങ്, പിന്നെ വാൾസ് വയ്ക്കണം, പിന്നെ സീലിങ്, പിന്നെ ഗരാജ് ഡോറൊക്കെ നമുക്ക് വയ്ക്കണം. ഇപ്പം നമുക്ക് ഇവിടെ എന്താ സംഭവം, ഇതൊന്നും ഇട്ടു വാള് ഇരിക്കട്ടെ. നമുക്ക് നൈസിന് വീടിന് ഇൻറ്റീരിയർ ഇനിയും കുറേ കൂടെ ചെയ്യാനുണ്ട്. 2 ചെയ്യുമ്പോൾ തീരും തോന്നുന്നു കേട്ടോ. ഗാരേജ് ഡോറ്, ലൈറ്റ്സ്, ഇനി വിൻഡോ, ടൂൾ, എന്തൊരു സംഭവം, വെച്ചോട്ടെ, ടൂൾ ഷെൽഫ് അത് വേണം. പിന്നെ നമുക്ക് ഇതെന്താ ഞാൻ വെച്ചില്ലേ ഇവിടെ അല്ല, ഇതൊരു ബാഡ്മിൻ്റൺ കളിക്കണ പറ്റിയ സ്ഥലം. നേരെ ഇനി പോകണം. ഫസ്റ്റ് താഴത്തെ പണി തീർത്തിട്ട് മുകളിലോട്ട് പോവാം. സമാധാനം ഗെയിമിന് സമാധാനമില്ല. ഇവരെപ്പോഴും എൻ്റെ അടുത്ത് മുകളിൽ പോവാൻ എന്തിനാണ് എന്തോ ഗെയിം കാണിക്കണം. ഞാൻ വിളിച്ച ഗെയിം അല്ല. നമുക്ക് ഇപ്പം നേരെ ഇപ്പം എങ്ങോട്ടായോ, തെന്ന നേരെ തേന കീന പാന പോയി ഇത്തിരി തന്നെ പോയി. കാരണം മറ്റേ ഫ്ലോർ ഇടാനായിരിക്കും, തറ ഇടാനായിരിക്കും 1000, 10, 12 രൂപ. വാൾസ് 8000 തീരുമ്പോൾ എടാ ഇത് മണ്ടത്ത നമ്മൾ ഇത്രയും ഇപ്പം നമ്മുടെ വീടിൻ്റെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയായി ഇപ്പോൾ വീട് ചെയ്ത് എത്രയും നോക്കാം. 24% ആയതേ ഉള്ളൂ. ഈ ബീച്ച് മാൻഷൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. 6th മാൻഷനാണ്, ബട്ട് ചെയ്യാൻ നല്ല എളുപ്പമാണ്, ഭയങ്കര ഈസിയാണ്. നമുക്ക് ഇപ്പം നേരെ നമുക്ക് മുകളിലേക്ക് പോവാം. എന്നിട്ട് ലൈറ്റ്സ് ഇടാം. ലൈറ്റ്സ് ഇട്ടാൽ പ്രകാശം കിട്ടും. നിങ്ങൾ വെക്കും ലൈറ്റ്സ് എന്നും പ്രകാശം കിട്ടും. നമുക്കിനി നേരെ പോവാം. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നല്ല, എന്ത് വരാത്ത ആ ലൈറ്റിന് ഞാൻ വയ്ക്കുന്നത്. ഇത് തന്നെ തൂങ്ങിക്കിടക്കുന്ന ലൈറ്റ് അല്ല, അത് ഇവിടെ ഒരു അട്രാക്ഷനാണ്. നമുക്കിനി നേരെ പോവണ്ടു. പണിപാലും വെള്ളത്തിൽ കിട്ടി. ഒറ്റച്ചാട്ടത്തിന് അവിടെ കയറണം. ഉസൈൻ ബോൾട്ടിൻ്റെ ചാട്ടം ചാടും. ഉസൈൻ ബോൾട്ട് ഓട്ടക്കാരനാണല്ലേ, ചാട്ടക്കാരനായിരിക്കും. കയറി ലൈഫ് കേസ് ചിന്തകൾ മാറ്റാം. എന്തൊരു ഒരു പാട്ടൊക്കെ നമുക്ക് നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.